കോൺഗ്രസിന്റെ ഒരു യോഗമാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നത്? എന്ത് യോഗത്തിലാണ് രാഹുൽ ഇപ്പോൾ പങ്കെടുത്തിരുന്നത്? ഞാൻ ഒരു യോഗത്തിലും പങ്കെടുത്തില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു, വർത്തമാനം പറഞ്ഞു, എന്നിട്ട് ആളുകളെ കണ്ടു, കല്യാണ വീടുകളിൽ പോയി, മരണ വീടുകളിൽ പോയി. എല്ലാ ദിവസവും നടക്കുന്ന കാര്യം തന്നെയാ. ഇന്നിപ്പോ എന്താ ഈ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോൺഗ്രസിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയല്ലേ? സസ്പെൻഡ് ചെയ്താൽ വേറെ അത് നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെ പറ്റി ധാരണ ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഷനിലിരിക്കുന്ന ആൾക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയും? ഏത് ഔദ്യോഗിക യോഗം? ഔദ്യോഗിക യോഗം ഒരു യോഗം തന്നെ നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടുറോടി വെച്ചിട്ടാണോ കൂടുന്നത്? അങ്ങനെയാണോ കൂടുന്നത്? അങ്ങനെയാണോ നിങ്ങൾക്ക്? ആരടച്ചിട്ട മുറിയിൽ ഒരു പാല് സൊസൈറ്റിയുടെ സൈഡില് എല്ലാരും കൂടെ നിൽക്കുന്നതാണോ അടച്ചിട്ട റൂമിൽ? ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും. അത് യോഗമല്ലെന്ന്. യോഗമാണെങ്കിലല്ലേ യോഗമാണെന്ന് പറയും. ഇപ്പൊ യോഗം ചേർന്ന് കഴിഞ്ഞാൽ യോഗം ചേർന്നു എന്ന് പറയും. കൂടെയുള്ളവരെ നിങ്ങൾക്ക് അറിയില്ലേ? അതപ്പോ ഒരു ജേർണലിസ്റ്റ് എന്നല്ലേ നിങ്ങളുടെ പരാജയമല്ലേ? മണ്ഡലം പ്രസിഡന്റും അതുപോലെ കോൺഗ്രസ് നേതാക്കളും കണ്ണാടി പഞ്ചായത്ത് ചെയർമാനാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു യോഗം ചേർന്നിട്ടില്ല. 3-4 തവണയായി MLA ഇവിടെ വരാറുണ്ട്. കണ്ണാടിയിലെ മരിച്ച വീടുകളിലേക്കും വിവാഹ ചടങ്ങുകളിലേക്കും അനുബന്ധ കാര്യങ്ങൾക്കും വരാറുണ്ട്. അതാത് പ്രദേശത്തെ പൊതുപ്രവർത്തകരെ കൂട്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകാറുള്ളത്. നേതൃത്വത്തിലൊക്കെയാണല്ലോ ഇവിടെ പരിപാടികൾ. ഔദ്യോഗികമായിട്ടൊരു പരിപാടിയല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എല്ലാ ദിവസവും